അപ്പോൾ ഒരാഴ്ച ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും ഓടാന്ന് വിചാരിച്ചു. വേറെ പരിപാടിയൊന്നുമില്ല. 3-4 ദിവസം പനിയൊക്കെ പിടിച്ച് കിടക്കായിരുന്നു. പനി, ചുമ, ജലദോഷം, തൊണ്ടവേദനയൊക്കെ പിടിച്ച് കിടക്കായിരുന്നു. ഇപ്പോഴാണ് സൗണ്ടൊക്കെ ഒന്ന് പുറത്തേക്ക് തുടങ്ങി. അതാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ ഇനി ഓടാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടന്നു പോവില്ല. EMI ലോണൊന്നും നടന്നു പോവില്ല. അതുകൊണ്ട് പാടില്ലെങ്കിൽ ഓടാന്ന് വിചാരിച്ചു. പിന്നെ ഓർഡർ എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇന്ന് 12 മണിക്കൂറത്തെ ഓർഡറാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണം. എന്ന് വെച്ചാൽ ആ ഒരു ജിഗാണ് ബുക്ക് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ 12 മണിക്കൂറിൽ എത്ര എമൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇന്ന് കാര്യമായിട്ട് തിരക്കൊന്നും കാണാനില്ല. അല്ലെങ്കിൽ ഇവിടെ നല്ല തിരക്കുണ്ടാവും, ജനസാഗരം ഇരിക്കും. ഇന്ന് തിരക്കൊന്നുമില്ല. അമ്പോ അവിടെ ഒരു പോർഷ കിടക്കുന്നുണ്ട്. കണ്ട സാധനം കിടക്കണ നോക്കി, ഇടിവിട്ട് കളറല്ലേ. പോർഷയുടെ 911 കാരിയറാണ്. ഇതിലൊക്കെ സൊമാറ്റോ ഓടണമല്ലേ. അങ്ങനെയാണെങ്കിൽ ഓർഡറിന് പൈസയുടെ 10 ഇരട്ടി പെട്രോൾ അടിക്കാം. മിസ്റ്റർ ബീസ്റ്റിൻ്റെ ആ ഒരു ലെവലിൽ കേടുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ചെയ്യായിരുന്നു. എന്തായാലും സാധനം അടിപൊളി. 5 സ്പോക്ക് അലോയ് ഉണ്ട, 19 ഇഞ്ച്. നമ്മുടെ വീട് NH ആ ഒരു ഏരിയയിലായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ എപ്പോഴും കാണാറുണ്ട്. നമ്മൾ ലംബോ ആയി കഴിഞ്ഞാലും പോർഷ ആയി കഴിഞ്ഞാലും ഒരുപാട് കാണാറുണ്ട്. പക്ഷെ ഈ കളർ കണ്ടുകൊണ്ട് ചുമ്മാ അങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നിയതാ. അടിപൊളി കളറല്ലേ. അയ്യോ, അത് നോക്കിയെന്ന് ഓടാന്നുള്ള കാര്യം മറന്നുപോയി. ഓർഡർ അടിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. നോക്കട്ടെ, ഓർഡർ അടിച്ചിട്ടില്ല. ഓർഡറൊന്നും അടിച്ചിട്ടില്ല. അടിക്കുമായിരിക്കും. കുറച്ച് നാൾ ഗ്യാപ്പ് എടുത്തിട്ട് ഓടുമ്പോൾ നമുക്ക് എപ്പോഴും ആദ്യത്തെ ഓർഡർ കിട്ടാൻ ഒരു ഡിലേ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഓടിപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഡിലേ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടാണ്. പിന്നെ ഒരു ഓർഡർ ഫസ്റ്റത്തെ ഓർഡർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ തുരുതുരാന്ന് ഇങ്ങനെ ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കും. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആദ്യത്തെ ഓർഡർ അടിക്കാനും ഭയങ്കര ഒരു ഡിലേ ഉണ്ടാവും. ഈ ചേട്ടനൊക്കെ ഫുൾ ടൈം നിൽക്കൽ തന്നെ കേട്ടോ. ഇവർക്കൊന്നും ഇരിക്കാൻ സമ്മതിക്കൂല ഇവര്. ഇല്ല, ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. ഈ ചെടി കൊള്ളാലോ. ചെടി കണ്ട, ഈ ചെടി പണ്ട് പാടത്തും പറമ്പിലൊക്കെ നിൽക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ചെടി ഒരു 5, 6, 7 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇപ്പൊ സ്റ്റൈലായ. ഇതൊക്കെ ചുമ്മാ പാടത്തുനിന്ന് പറിച്ച് മേടിച്ച് നട്ട് വെച്ചേക്കണായിരിക്കും. അധികം ചിലവൊന്നും വന്നിട്ടുണ്ടാവില്ല. വന്നിട്ട് ഒരുപാട് സമയം കഴിഞ്ഞു. 1.5 മണിക്കൂറായി. വെയിലാണ്. ഇവിടെ നമ്മൾ തണലില്ല ഇവിടെ നിൽക്കാനായിട്ട്. വെയിലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ബാഡ് അടിക്കും. ചുമ്മാ ഓർഡറും ഇല്ല, ഇങ്ങനെ ഭ്രാന്ത് പിടിക്കും. ഓർഡർ അടിക്കുന്ന സൗണ്ട്. ഓർഡർ അടിച്ചു. യെസ്, 141 രൂപയുടെ ഓർഡർ. കിഡിലൻ ഓർഡർ. അപ്പം ആദ്യത്തെ ഓർഡർ തന്നെ നല്ല രാശിയുള്ള ഓർഡർ അടിച്ചിട്ടുണ്ട്. അസപ്റ്റ് ചെയ്യാം. പാരണി തന്നെയാണ് റീച്ച്ഡ്. കിഡു ഓർഡറാണേ. ഓർഡർ റെഡി ആയിട്ടുണ്ട്. പോയി പിക്ക് ചെയ്തിട്ട് വരാം. 4268 നമ്മുടെ ഓർഡറിൻ്റെ നമ്പർ. അപ്പോൾ ആ നമ്പർ പറയണം. ഇത് മറന്നു ഓടിച്ചിട്ടുണ്ട്. 4268. ഇല്ലെങ്കിൽ നമ്മുടെ ID കാണിക്കണം. 4268 എന്നുള്ള ഫോണിൻ്റെ അതിങ്ങനെ കണ്ട് കാണിക്കണം. ഇതിപ്പോൾ അങ്ങനെ ഫോണിൽ നിന്ന് അത് ഓർഡറിൽ നിന്ന് ഊരാൻ മടി ചെയ്തുകൊണ്ടേ നമ്പർ ഓർത്ത് വെച്ചുകൊണ്ട് പോകണതാണ്. റെഡി ആയിട്ടുണ്ട്. പിക്ക് ചെയ്യാം. ചേച്ചൊരു 4268. ആ, ഓർഡർ കിട്ടി. അത്യാവശ്യം നല്ല വലിയ ഓർഡറാണ്. 141 രൂപയുടെ ഓർഡറല്ലേ. ഇവർ കിലോമീറ്ററും ഓർഡർ ചെയ്യണേ അതിൻ്റെ ഒരു എമൗണ്ടൊക്കെ അനുസരിച്ചാന്ന് തോന്നുന്നു നമുക്ക് പേയ്മെൻറ്റ് തരണേ. ഇപ്പം അതാന്ന് തോന്നുന്നു. കിലോമീറ്റർ എത്ര ഉണ്ട് നോക്കാം, എന്നാലും അത് എത്രയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. 18 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഓടിയത് അറിഞ്ഞില്ല കേട്ടോ. പെട്ടെന്ന് എത്തി. ഈ വീട്ടിലേക്കാണ് ഡെലിവറി ഉള്ള. ഓർഡർ കൊടുത്തു. ഇപ്പോൾ തിരിച്ചു പോവാം. ബാഗായിട്ടുള്ള സെൽഫി ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇവരിടയ്ക്കിടയ്ക്ക് യൂണിഫോം ഇട്ടുണ്ടോയെന്ന് അറിയാനും ബാഗ് ഉണ്ടോയെന്ന് അറിയാനൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മൾ സെൽഫി എടുത്ത് അയച്ചു കൊടുക്കണം.
ഹോംലി പോട്ട്. മൈ ഹോംലി പോട്ട് എന്ന് പറഞ്ഞ ഒരു കഫേന്നാണ് ഓർഡർ കിട്ടിയാണ്. 139 രൂപ. അപ്പം അതും ഒരു ഏകദേശം ഒരു 10-15 കിലോമീറ്ററോളം ഉണ്ടാവും. പിന്നെ എല്ലാം ലോങ് ഓർഡറാണ്. 2 ലോങ് ഓർഡറൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഓടി നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല ഉണ്ടാവും. ഇതിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് വരായിരുന്നു, ചേരാനല്ലൂരിൽ നിന്ന് തിരിച്ച് വരുന്ന വഴിക്കാണ് ഓർഡർ കിട്ടിയ. അപ്പോൾ അത് പോയി പിക്ക് ചെയ്തിട്ട് വരാം. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. വീടാന്ന് തോന്നുന്നു. ഇവിടെ കഫേ ഒന്നും കാണാനില്ല. ചിലപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങളുണ്ടാവും. പറഞ്ഞാൽ മൈ ഹോമിലി പോട്ട് എന്ന് കിട്ടേക്കണേ. ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ വീട് ഇപ്പം എങ്ങനെ കണ്ടുപിടിക്കുന്നമ്മ 124 നമ്പറുള്ള വീടൊന്നും കാണാനില്ല. ചോദിച്ചു നോക്കാം. എവിടെ സ്ഥലം എന്നൊരു പിടിയില്ല. ചോദിക്കാൻ വേണ്ടിയിട്ട് ആരും കാണാനില്ല. ഇവിടെ ആരും ഇല്ലേ? ആരും ഇല്ലാത്തൊരു ഏരിയ കണ്ട. വഴിയിലിട്ട മനുഷ്യനില്ല. ചേട്ടാ അതില്ലേ ഈ ഇങ്ങനത്തെ സൊമാറ്റോൻ്റെ ഫുഡൊക്കെ കൊടുക്കണ വീട് ഏതാണെന്ന് അറിയാമോ? ആ ഓക്കെ ശരി. വിളിച്ചു ചോദിച്ചു നോക്കാം. വേറെ രക്ഷയില്ല. അപ്പോൾ വീട്ടിൽ നിന്നും ഫുഡ് കളക്ട് ചെയ്യാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഇവരിപ്പോൾ ഇവിടെ ലാൻഡ്മാർക്കോ ഒന്നും കൊടുത്തിട്ടില്ല ഇവർ. അല്ലെങ്കിൽ വല്ല ഫ്ലെക്സോ അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെയല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓർഡർ തന്നെ ഉണ്ട്. ആ ചേച്ചി ഓർഡർ കൊണ്ട് തന്നെ ഉണ്ട്. പറഞ്ഞു നോക്കാം. ചേച്ചി ഇപ്പം എന്തെങ്കിലും ഫ്ലെക്സ് എന്തെങ്കിലും വെച്ചൂടെ? ഇത് മനസ്സിലാവണില്ല ഇത് കണ്ടിട്ട്. ആണോ? എന്തോരം നാളെ തുടങ്ങിയിട്ടപ്പോ? ഇതിപ്പോ കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ ഇവിടെ ഫ്ലെക്സോ അങ്ങനെ എന്തെങ്കിലും എഴുതി വെച്ചാലേ നമുക്ക് കുറച്ചുകൂടി ഒരു കാര്യങ്ങൾ അന്വേഷിക്കേണ്ടി വരില്ലല്ലോ. അതെങ്ങനെയാ കറക്റ്റ് ആയിട്ട് വന്നേ? ലൊക്കേഷൻ എന്റെ കുറച്ചങ്ങോട്ട് മാറി നിന്നേ, അതുകൊണ്ടായിരിക്കും. ഓർഡർ നമ്പർ ഉണ്ടാവുമല്ലോ. എന്റെ നമ്പർ അതിനകത്ത് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. നോക്കട്ടെ. 68 അത് തന്നെ. ആ റെഡി കൊടുത്താൽ മതി. ഓക്കെ ശരി, താങ്ക് യു. ഓർഡർ കിട്ടിയിട്ടുണ്ട്. ഫ്ലെക്സ് വെക്കാൻ പറഞ്ഞിട്ട് ആൾക്കാർ കറക്റ്റായിട്ട് വന്നൂല്ലോ. ഓക്കെ ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. പോവാം. സ്ഥലം എത്താറായി. 60 മീറ്റർ കാണിക്കണുള്ളൂ. അത് കൂടി കൊടുത്തേണ്ട എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കണം. ബേസ്മെന്റ് കൊള്ളാം. പിന്നെ പാടില്ലാത്തോണ്ടേ ഓടാൻ ഭയങ്കര ഒരു വൈബില്ല. തളർന്നു പോകും. നല്ല തളനൊക്കെ ഉള്ള സ്ഥലമാണ്. പറമ്പാണ്, മഞ്ഞപ്പുറ ഏരിയയാണ്. വീട് ആളതെ ഓർഡർ മേടിച്ചോണ്ട് പോയി കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും കഴിക്കണം. ഫുഡ് എന്തെങ്കിലും കഴിക്കാണ്ട് നിർത്തിയില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. ബേക്കറിയിൽ നിന്ന് ഓർഡർ അടിച്ചു. ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച് ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിർത്തിപ്പിക്കും. വേറൊരു ഓർഡർ കിട്ടി. അപ്പോൾ പിന്നെ ഇനി ആ ഓർഡർ എടുത്തിട്ട് അപ്പോൾ നമ്മൾ ബേക്കറിയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഓർഡർ എടുത്തിട്ട് പോവാം. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് സെൽഫി ഇങ്ങനെ എടുത്ത് അയച്ചു കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സെൽഫി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സെൽഫി എടുത്ത് അയച്ചു കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ സെൽഫി ചോദിക്കും. നമ്മൾ നമ്മുടെ സെൽഫി എടുത്ത് അയച്ചു കൊടുക്കാം. അപ്പോൾ അവർ സബ്മിറ്റ് ചെയ്യും. നമ്മളാണ് ഓർഡർ ചെയ്യുന്നത് അറിയാൻ വേണ്ടി ചോദിക്കുന്നത് അവർ. ഫുഡ് കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല. പിന്നെ എൻ്റെ ഒരു കരിമ്പൻ ജ്യൂസിൻ്റെ കട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ നിർത്തി എൻ്റെ ഒരു കരിമ്പൻ ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന് വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ഈ ഒരു 12 മണി തൊട്ട് 4 മണി വരെയൊക്കെ ഉള്ള സമയത്ത് നല്ല ഓർഡർ അടിയിരിക്കും. അപ്പം നമുക്ക് നിർത്തി ഫുഡ് കഴിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവർ ഓർഡർ ക്യാൻസലാക്കി കളയും. നമുക്കധികം നേരമൊന്നും ഫുഡ് വെയിറ്റ് ചെയ്യാൻ ഉള്ള സമയമൊന്നും സൊമാറ്റോ തന്നില്ല മെയിനായിട്ട്. അതൊക്കെ ഒരു പ്രശ്നമാണ്. നമുക്ക് ഒരു ബ്രേക്കൊക്കെ തരണം. ഉച്ചയ്ക്ക് ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് ഊണ് കഴിക്കാവുന്ന രീതിയിലൊക്കെ ഒരു ബ്രേക്ക് തരണം. അതൊന്നും ഇവർ തന്നില്ല. സ്നേഹാസദം എന്ന് പറഞ്ഞൊരു സ്ഥലത്തുനിന്ന് ഓർഡർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ട് എടുക്കണില്ല. 3 പ്രാവശ്യം വിളിച്ചു നോക്കി. നമുക്ക് 3 പ്രാവശ്യം വിളിക്കാനേ പറ്റുള്ളൂ. 3 പ്രാവശ്യം വിളിച്ചിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ സൊമാറ്റോ ഒരു സമയം വെച്ച് തന്നിട്ടുണ്ട്. 14-15 മിനിറ്റ് കഴിഞ്ഞിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഓർഡർ ക്യാൻസലാവും, അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് തിരിച്ച് ഏൽപ്പിക്കണം. ഇതിലേതെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ് വരെ സൊമാറ്റോന്ന് അവർ ട്രൈ ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. ആ ഓർഡറിന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട്
ഓർഡർ കൊടുത്തിട്ടു, ക്യാൻസലേഷൻ വന്നില്ല. അപ്പോൾ അത് കൊടുത്തപ്പോൾ തന്നെ ഡേസി ഡംപ്ലിങ്സ് വേറെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുക. ഇവിടെ നിന്ന് അങ്ങനെ വലിയ കാര്യമായിട്ട് ഓർഡർ അടിയൊന്നുമില്ല. ഒരു ഓർഡറൊക്കെ കിട്ടി ഒരു ദിവസം. പാരഗണിയിൽ നിന്നും പറപ്പ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ നിന്നൊക്കെയാണ് അങ്കമാലിയിൽ ഏറ്റവും കൂടുതൽ ഓർഡർ അടിക്കണേ. ഒരു 5 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കാം. നല്ലൊരു ആലില കിട്ടുമെങ്കിൽ പറിച്ച് എടുക്കാം. പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഈ ആലിലേക്ക് എടുത്ത് ബുക്കിൻ്റെ ഇടയിൽ കൊണ്ട് നോക്കിയത് പ്രസവിക്കില്ലോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പണ്ടത്തെ പരിപാടികളായിരുന്നു അതൊക്കെ. എന്തിനാ തുറന്നു നോക്കണേ? തുറന്നു നോക്കണേ എന്തിനാ? അങ്ങനെ വെറുതെ നോക്കാമോ? കുഴപ്പമൊന്നുമില്ല. സമയം ഇപ്പോൾ 3:48 കൃത്യം. അങ്ങനെ ഓർഡർ ഈ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് സോണിൽ പോകണം. അതാണ് ഇങ്ങനെ കാണിക്കണേ. ഏകദേശം 5 മണിയായി. ചാർക്കോൾ ഷാക്കിൽ നിന്ന് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണ വഴിക്ക് എന്തെങ്കിലും കഴിക്കാം. ഇത്ര നേരമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് ഭയങ്കര തളർച്ച. ഒന്നാമത് പാടില്ലാത്തതുകൊണ്ട് ശരിക്കും വയ്യാണ്ടാവുന്നു. ഇങ്ങനെ ചാർക്കോൾ ഷാക്കി കയറി ഒരു അൽഫാം കഴിച്ചു. സമയം പോയി, എന്നാലും കുഴപ്പമില്ല. ഇവരിങ്ങനെ സമയം തന്നെ ഇല്ലല്ലോ, ഫുഡ് കഴിക്കാൻ സമയം തരാത്തതുകൊണ്ട് ഫുഡ് മേടിച്ചിട്ട് ബാഗിൽ വെച്ചിട്ട് നമ്മൾ പോയി കഴിച്ചു. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവർ നമ്മൾ വെറുതെ നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബ്ലോക്ക് ആക്കി കളയും. അങ്ങനത്തെ സീനൊക്കെ ഉണ്ട്. ഫുഡ് കഴിക്കാനായിട്ടൊരു സമയം സൊമാറ്റോ ഇല്ല. അങ്ങനെ ചാർക്കോൾ ഷാക്കി എന്നുള്ള ഓർഡർ കൊണ്ട് കൊടുത്ത് ഇങ്ങനത്തെ ഇതേതാണ് സ്ഥലം. ഇവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇതിനകത്ത് 4 ജിഗിൽ ഇത്ര ഓർഡറാണ്. 9 ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ 590 കിട്ടും. ഇത്തിരി കൂടുതലാണ് അത്. അതേപോലെ തന്നെ ഞാൻ നോക്കണത് 7 ജിഗിൻ്റെ 17 ഓർഡറാണ്. അത് മിക്കവാറും കിട്ടാൻ വഴിയില്ല. അപ്പോൾ ഇന്ന് 6 ജിഗിൻ്റെ 13 ഓർഡർ എടുക്കാം. എന്ന് വെച്ചാൽ 6 ജിഗിൽ 13 ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ 850 കിട്ടുമെന്നൊക്കെയാണ് പറയണേ. 850 പ്ലസ് ഈ 227 ഇൻസെൻറ്റീവും കിട്ടും. അതാണ് കാണിക്കണേ. എന്താ 850 പ്ലസ് 277. ഇവിടെ നിന്ന് പയ്യെ വിടാം. ഇതിപ്പോൾ ഇങ്ങനെ വീടുകളൊക്കെ ഉള്ള സ്ഥലമല്ലേ. ഇവിടെ ചില ആൾക്കാർക്ക് അങ്ങനെ ഇഷ്ടമല്ല നമ്മളങ്ങനെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വന്ന് നിന്ന് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അവർക്കെന്തോ നമ്മൾ കള്ളന്മാർ വന്ന് നിൽക്കുകയാണ്, കള്ളന്മാരെ നോക്കണ പോലെ നോക്കും. അങ്ങനെ അങ്ങനെ അത്യാവശ്യം ഇരിക്കാൻ സമാധാനമുള്ളൊരു സ്ഥലത്ത് വന്ന് എത്തിയിട്ടുണ്ട്. വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത സോണിൽ തന്നെ ഇരിക്കണം. നമുക്കൊരു സോൺ തന്നിട്ടുണ്ട്. ആ സോണിൽ മാത്രം ഇരിക്കാൻ പാടില്ല. സോണിൻ്റെ പുറത്ത് വരുന്നത് നമുക്ക് ഓർഡറൊന്നും അടിക്കില്ല സൊമാറ്റോന്ന്. വെറുതെ സമയം പോകാൻ മാത്രം വെച്ചിട്ടുണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ പയ്യെ ഓർഡർ വരുള്ളൂ. ഒരു 6:30 ആവണ വരെ ഇനിയിപ്പോൾ പയ്യെ ഓർഡർ ഉണ്ടാവുള്ളൂ. വല്ലപ്പോഴും ഒരെണ്ണൊക്കെ അടിച്ചു 7 മണി കഴിഞ്ഞു. അപ്പോൾ ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട്, അത് എടുത്തിട്ടുണ്ട്. ഏതോ സ്പോട്ട് ലംസാനി മജ്ലിസോ പുതിയ ഏതോ ഹോട്ടലാണ്. ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇത് എയർപോർട്ട് റോഡിൻ്റെ സൈഡ് കണ്ട, എയർപോർട്ട് റോഡാണത്. അങ്ങനെ ഇപ്പോൾ ഓണംപള്ളി എന്ന് പറഞ്ഞൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. കാലടിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ട് പിന്നെ റൂട്ടാണ്. അപ്പോൾ അവിടെ എത്തി. ഇനിയിപ്പോൾ എത്ര ഓർഡർ ആയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാര്യങ്ങളൊക്കെ എത്ര ഓർഡർ അടിച്ചു, എത്ര ജിഗ് ഓടി എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ മൊത്തം 846 എത്രയാണ് 155 1031 അല്ലേ 1031 രൂപയായിട്ടുണ്ട്. ഇങ്ങനെ ആ ഓർഡർ റെഡിയാക്കി കണ്ടോണം. ഇനി അത് പോയി പിക്ക് ചെയ്യാനായിട്ട് ഇപ്പം തന്നെ ആവുമെന്ന് വിചാരിക്കണം. എന്തിനും മെനകെട്ട സ്വഭാവമാണ്. എന്തിനും നാറികളാണ് ഈ സൊമാറ്റോക്കാർ. 1.5 മണിക്കൂർ പോസ്റ്റ് ആക്കിയിട്ട് അത്ര നേരം നല്ല ഓർഡർ ഉണ്ടായിരുന്നു. ആ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 11 മണിക്ക് നിർത്തി വീട്ടിൽ പോവായിരുന്നു. ശവങ്ങൾ. പിന്നെ ഇത് ഓർഡറിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരും നോക്കണ്ട, നമുക്ക് നമ്മളെ മാത്രം നോക്കിയാൽ മതി. വേറെ ബോസോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. നാളെ ഇപ്പോൾ ലീവ് ആണെന്നുണ്ടെങ്കിൽ
സാറേ എനിക്ക് ലീവ് വേണം, ലീവ് തരുമോ, അല്ലെങ്കിൽ ചേട്ടാ ലീവ് വേണം, ലീവ് അങ്ങനെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. നാളെ ലീവ് എടുക്കണമെങ്കിൽ നാളെ ലീവ് എടുക്കാം, ആരോടും പറയണ്ട. ഇപ്പൊ നമുക്ക് ഇപ്പൊ നിർത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിർത്താം, ഒരു പ്രശ്നമില്ല. പക്ഷെ കാശ് നമ്മൾ വിചാരിച്ച പോലെ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങള്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ നല്ല തിരക്കുണ്ട്. ഇവിടത്തെ ഫുഡ് കുഴപ്പമില്ല, പക്ഷെ കൊടുക്കാത്ത പൈസയാ. പിന്നെ ഈ ഒരു ഓർഡറും കൂടി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. അങ്ങനെ ലാസ്റ്റത്തെ ഓർഡറും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ലാസ്റ്റത്തെ ഓർഡർ അടിച്ചിട്ടുണ്ടായിരുന്നേ. അത് ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു. അത് ഈ CISF-ൻ്റെ ഒക്കെ എന്തോ ഒരു പട്ടാളക്കാരനാണ്, സെക്യൂരിറ്റി അങ്ങനെ എന്തോ ആണ്. ഇത്ര വലിയ മീശയൊക്കെ വെച്ച് വന്നിട്ടുണ്ടായി പുള്ളി. റൺവീർ കാന്താരി എന്നാ പുള്ളിയുടെ പേര്. അതുകൊണ്ട് കൊടുത്തു. പുള്ളിയൊന്നും പറഞ്ഞില്ല, 3/4 മണിക്കൂർ ഡിലേ കൊടുത്തതാ. കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്ക് അങ്ങനെയൊക്കെ നമ്മൾ ഒടിക്കണം. പിന്നെ ഇന്നത്തെ ഏണിങ്സ് എന്ന് പറയുന്നത് ഈ ഓർഡർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇപ്പം കണ്ട, ഇത് ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓഫ് ചെയ്തിടാം. അതിന് മുമ്പ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ജിഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസെൻറ്റീവ് കട്ടാക്കി കളയും. അപ്പോൾ 11 മണി തൊട്ട് 12 മണി വരെ 1 മണിക്കൂർ തികച്ച് നിൽക്കണം, അല്ലെ 50 മിനിറ്റ് കൃത്യം നിൽക്കണം. ഇപ്പോൾ 11:50 ആയിട്ടുണ്ട്. അപ്പോൾ 51, 52 ആയി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. അതാകുമ്പോൾ വലിയ വള്ളിയില്ല. ഇല്ലെങ്കിൽ 1 മിനിറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ശവങ്ങൾ ഇൻസെൻറ്റീവ് കട്ടാക്കി കളയും. നോക്കാം, 1 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്തിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം എത്ര ഏണിങ്സ് കിട്ടി എന്നുള്ളത്. അങ്ങനെ 11:59 ആയിട്ടുണ്ട് സമയം. 11:59 അപ്പോൾ നമുക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. സീൻ അപ്പോൾ തന്നെ ഓഫ് ചെയ്യണത്, ഇല്ലെങ്കിൽ അടുത്ത ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കൊണ്ട് കൊടുക്കേണ്ടി വരും. ഓഫ് ചെയ്തു. പ്രോഫിറ്റ് എടുക്കുക 950 രൂപ. നമ്മൾ ഓടി ഉണ്ടാക്കിയ പൈസ മാത്രം 950 ഉണ്ട്. പിന്നെ ഒരു 277 ഉണ്ട്. അത് ഓൾറെഡി അൺലോക്ക് ആയിക്കോളൂ, ഇൻസെൻറ്റീവ് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 950 പ്ലസ് 277 1227 ഉണ്ട്. അതിനകത്തുനിന്ന് ഒരു 185 ഫുഡ്, പിന്നെ വീണ്ടും കപ്പാബൂട്ടി കഴിച്ചതിൻ്റെ ഒരു 90, പിന്നെ 65 ചായയും കുടിച്ചതിൻ്റെ ഒരു 40 ഇടാം. പിന്നെ അതിൽ നിന്ന് ഒരു പെട്രോള് 300 രൂപയ്ക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു 250 രൂപയുടെ പെട്രോൾ കൂടിയിട്ടുള്ളൂ, 50 രൂപയുടെ ഉണ്ടാവും. അപ്പോൾ 250 കൂട്ടിയാൽ മതി. അപ്പോൾ 662 രൂപ നമുക്ക് ഇന്ന് എല്ലാം കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഫുഡും നമ്മുടെ പെട്രോളും എല്ലാ എക്സ്പെൻസും കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ അങ്ങനെ വലിയ എക്സ്പെൻസ് ഒന്നും വരാറില്ല. ഞാൻ എക്സ്പെൻസ് കുറച്ച് ഓടുന്ന ആളാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നണ എക്സ്പെൻസ് ഉള്ളൂ. അപ്പോൾ 662 രൂപയാണ് നമ്മൾ ഇന്ന് ഓടി ഉണ്ടാക്കിയ എല്ലാം കഴിഞ്ഞിട്ട് കൈ കിട്ടിയ പൈസ. 662 രൂപയൊക്കെ ശരിക്കും കുറവാണ്. മുമ്പെന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പൊക്കെ ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 12 മണിക്കൂർ അല്ലെങ്കിൽ 11 മണിക്കൂറൊക്കെ ഓടിക്കഴിഞ്ഞാൽ ഒരു 800 850 രൂപയൊക്കെ നമ്മുടെ കയ്യിലിരിക്കുന്നതാണ് ലാസ്റ്റ്. ഇതിപ്പോൾ 662 രൂപയ്ക്കില്ലേ, കണ്ടില്ലേ, അത്രയൊക്കെ എമൗണ്ട് കിട്ടണുള്ളൂ. ഇതിപ്പോൾ ആ പറമ്പിലാണ് നിൽക്കണേ. പിന്നെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകണം, അത്രയും ദൂരേക്ക് പോകേണ്ടി വരും. അതാണ് വീടിൻ്റെ അടുത്തേക്കൊക്കെ ഓർഡർ അടിച്ച് എളുപ്പം, അതാകുമ്പോൾ കുറച്ച് വീട്ടിലേക്ക് ഉണ്ടാവുള്ളൂല്ലോ. പിന്നെയെന്ന് പറഞ്ഞാൽ ഡെയിലി വേജസ് ആയിട്ട് നമുക്ക് പൈസ കിട്ടും. ഈ സൊമാറ്റോ ഉടനെ മെയിനായിട്ടുള്ളൊരു ഗുണം അതാണ്, നമുക്ക് പൈസ വലിക്കാൻ പറ്റുമോ അതിൽ നിന്ന്. പിന്നെ എന്താ പറയുക, വേറെ ആരെയും നോക്കണ്ട. പിന്നെ ഒരു 9 മണിക്കൂർ ഒക്കെ 10 മണിക്കൂറൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എനിക്ക് കിട്ടിയേക്കണത് ഈ 600 രൂപയൊക്കെ തന്നെയാണ്. എല്ലാം കഴിഞ്ഞിട്ട് കിട്ടണത് 600 രൂപയൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഈ പൈസയിൽ എനിക്ക് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ല. കാരണം ഡെയിലി 600 650 വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പോയാലും 20 രൂപയ്ക്ക് അടുത്തായി. 18 രൂപ 19,500 ആയി. 650 രൂപ വെച്ചിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ മതി. അതൊക്കെ അത്യാവശ്യം നല്ലൊരു ആവറേജ് സാലറിയാണ്. 20,000 രൂപ സാലറി ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്കൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് എൻ്റെ EMI കാര്യങ്ങളൊക്കെ അടഞ്ഞു, ചിലവേളൊക്കെ നടന്നു പോകും, അത് ഓക്കെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് സൊമാറ്റോ ഒന്നും ഓടാൻ പറ്റില്ല, മടിയാവും. ആരെയും നോക്കാണ്ട കാര്യമില്ല, അതുകൊണ്ട് നമുക്ക് മടിയാവും. മെയിനായിട്ട് ഇന്ന് ഇറങ്ങണോ വേണ്ടേന്നൊക്കെ ഉള്ളൊരു ചട പിടിച്ച് വീട്ടിലിരിക്കും ചുമ്മാ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു 10 250 300 രൂപ തന്നെ മഴ പെയ്തതിൻ്റെ മാത്രം പൈസ കിട്ടും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്നാണ് അടുത്ത സൊമാറ്റോ ഇവിടെ ഇറങ്ങണേ. ഇനിയിപ്പോൾ ഞാൻ നാളെ ഇറങ്ങുമായിരിക്കും ചിലപ്പോൾ. കാരണം കുറച്ച് ദിവസം ഓടാണ്ട് പനിയൊക്കെ പിടിച്ച് വീട്ടിലിരുന്നുകൊണ്ട്
കാര്യങ്ങളൊന്നും നടക്കൂല വെറുതെ വീട്ടിലിരുന്ന. അപ്പോൾ ഇനിയിപ്പോൾ നാളെ കാണാം. ബൈ.